സാമ്പത്തിക പ്രതിസന്ധിയിലും നിയമ പോരാട്ടങ്ങളിലും നട്ടം തിരിയുന്നതിനിടെ എഡ്ടെക് പ്ലാറ്റ്ഫോമായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ അമേരിക്കൻ കോടതിയിൽ പുതിയ നിയമ നീക്കത്തിനൊരുങ്ങുന്നു. വായ്പ നൽകിയവരുടെ പ്രതിനിധികളായ ഗ്ലാസ് ട്രസ്റ്റിനും അവർക്ക് സഹായം നൽകുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ ഏകദേശം 22,300 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനു പുറമെ $107 കോടി നൽകണമെന്ന ഡെലവെയർ പാപ്പരത്ത കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത ബൈജു രവീന്ദ്രൻ അപ്പീൽ നൽകുമെന്നും സൂചനയുണ്ട്. അദാനി ഗ്രൂപ്പിലെ സിമന്റ് കമ്പനിയായ ACC ലിമിറ്റഡിലെ ഓഹരി പങ്കാളിത്തം 10% ഉയർത്തി LIC. നേരത്തെ ഇത് ഏകദേശം 8.30% പുതിയ കണക്കുകൾ പ്രകാരം LICക്ക് ACC ലിമിറ്റഡിൽ 10.50% ഓഹരി പങ്കാളിത്തമുണ്ട്. NBCC ഇന്ത്യയിലെ ഓഹരി പങ്കാളിത്തവും LIC ഉയർത്തിയിട്ടുണ്ട്. ഇ-കൊമേഴ്സ് രംഗത്തെ മുൻനിരക്കാരായ മീഷോയുടെ പ്രാഥമിക ഓഹരി വിൽപ്പന ഡിസംബർ 3 ആരംഭിച്ച് 5 അവസാനിക്കും. സോഫ്റ്റ് ബാങ്കിന് നിക്ഷേപമുള്ള മീഷോയുടെ IPO പ്രൈസ് ബാൻഡ് 105-111 രൂപയാണ്. വിപണിയിൽ നിന്ന് 5,421 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 4,250 കോടി രൂപയുടെ പുതിയ ഓഹരികളും കൂടാതെ ഓഫർ സെയിലിലൂടെ 1,170 കോടി രൂപയുടെ ഓഹരികളും വിറ്റഴിക്കും. ജർമ്മൻ സ്പോർട്സ് വെയർ ബ്രാൻഡായ പ്യൂമയെ ഏറ്റെടുക്കാൻ ചൈനീസ് സ്പോർട്സ് ഉപകരണ നിർമ്മാതാക്കളായ ആൻഡ സ്പോർട്സ്. 1948 സ്ഥാപിതമായ പ്യൂമയെ ഏറ്റെടുക്കാൻ ആൻഡ സ്പോർട്സിനെ കൂടാതെ ചൈനയിൽ നിന്ന് തന്നെയുള്ള പ്രമുഖ സ്പോർട്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളായ ലീനിങ്, ജാപ്പനീസ് സ്പോർട്സ് വെയർ കമ്പനിയായ ASICS എന്നിവരും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. US-ൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യതകൾ തെളിഞ്ഞതോടെ രാജ്യാന്തര സ്വർണ്ണവിലയിൽ മുന്നേറ്റം. ഇതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും വില കയറി. ഗ്രാമിന് 65 രൂപ ഉയർന്ന് 11,775 രൂപയിലും പവന് 520 രൂപ ഉയർന്ന് 94,200 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.